ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്സിലറി വെർബിൻ്റെ ശ്രേണിയിൽപ്പെട്ട മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ മോഡൽ ഓക്സിലറിയാണ് വിൽ. വിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വി യൂസ് വിൽ ടു എക്സ്പ്രസ് ബിലീഫ് അബൌട്ട് ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. എന്താ പറഞ്ഞിരിക്കുന്നത്? വി യൂസ് വിൽ ടു എക്സ്പ്രസ് ബിലീഫ് അബൌട്ട് ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അപ്പോൾ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഉള്ള, ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റിലുള്ളതും അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്നതുമായിട്ടുള്ള ബിലീഫിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ബിലീഫ് അബൌട്ട് ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെയോ പ്രസൻറ്റിലെയോ ബിലീഫിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽ ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ടോക്ക് അബൌട്ട് വാട്ട് പീപ്പിൾ വോണ്ട് ടു ഡു ഓർ ആർ വില്ലിങ് ടു ഡു. എന്താണ്? ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നുകൂടെ, ടു ടോക്ക് അബൌട്ട് വാട്ട് പീപ്പിൾ വോണ്ട് ടു ഡു. എന്താണ് ഒരാൾക്ക് ചെയ്യേണ്ടത്, ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പീപ്പിൾ ആർ വില്ലിങ് ടു ഡു, എന്ത് ചെയ്യാൻ തയ്യാറാകുന്നത് അല്ല എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മൾ വിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ടു മേക്ക് പ്രോമിസസ്, ഒബ്ലിഗേഷൻസ്, ഓഫേഴ്സ് ആൻഡ് റിക്വസ്റ്റ്സ്. എന്താണ് ടു മേക്ക് പ്രോമിസസ്? നമുക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രോമിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ലിഗേഷൻ, കടപ്പാട്, നമ്മളുടെ നിയമാനുസൃതമായി നമ്മൾ വർത്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഓഫേഴ്സ്, അതല്ലെങ്കിൽ റിക്വസ്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റുകൾ ആവശ്യം വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്തുപയോഗിക്കാം? വിൽ ഉപയോഗിക്കാം. ഇനി നമ്മൾക്ക് ആദ്യം പറഞ്ഞ ടു എക്സ്പ്രസ് ബിലീഫ് അബൌട്ട് ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, അത് നമ്മൾക്കൊന്ന് നോക്കാം. ഇപ്പോൾ വി യൂസ് വിൽ ടു എക്സ്പ്രസ് ബിലീഫ് അബൌട്ട് ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. ജോൺ വിൽ ബി ഇൻ ഹിസ് ഓഫീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോൺ വിൽ ബി ഇൻ ഹിസ് ഓഫീസ്. ഇതൊരു പ്രസൻറ്റ് ടെൻസിൽ നമ്മളുടെ ഒരു ബിലീഫാണ് ഈ സെൻറ്റൻസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ജോൺ വിൽ ബി ഇൻ ഹിസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ജോൺ ഓഫീസിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ബിലീഫാണ് ഓഫീസിൽ ജോൺ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മളുടെ ഒരു ബിലീഫാണ്. അത് പ്രസൻറ്റ് ടെൻസിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജോൺ വിൽ ബി ഇൻ ഹിസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബിലീഫാണ്. അത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ബിലീഫിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. വി വിൽ ബി ലേറ്റ്, അല്ലെങ്കിൽ വി വിൽ ബി ഹോം ലേറ്റ്, ഞങ്ങൾ വീട്ടിലേക്ക് താമസിച്ചായിരിക്കും വരിക, അല്ലെങ്കിൽ വി വിൽ ബി ലേറ്റ്, ഞങ്ങൾ താമസിച്ചായിരിക്കും വരിക എന്നുള്ളതാണ് ഈ സെൻറ്റൻസിന് അർത്ഥമാക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കും. അപ്പോൾ ഇത് താമസിക്കും എന്നുള്ളത് ഫ്യൂച്ചറിനെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ താമസിക്കുമെന്നുള്ളത് നമ്മുടെ ഒരു ബിലീഫാണ്. അപ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിലാണ്. അപ്പോൾ വി വിൽ ബി ഹോം ലേറ്റ്, അല്ലെങ്കിൽ വി വിൽ ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വി വിൽ ബി സ്കൂൾ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലെത്താൻ താമസിക്കും, അല്ലെങ്കിൽ വീട്ടിലെത്താൻ താമസിക്കും എന്നത് ഫ്യൂച്ചറിൽ ഉള്ള ഒരു ബിലീഫാണ്. ഫ്യൂച്ചർ ടെൻസാണ് നമ്മളിവിടെ ഇത് പറയുമ്പോൾ, ഈ സെൻറ്റൻസ് കാണുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് വി വിൽ ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. അല്ലേ, നമ്മൾക്ക് ട്രെയിൻ പിടിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഫ്യൂച്ചറിനെ കാണിക്കുന്ന സെൻറ്റൻസാണ്. വി വിൽ ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബേസ് ഫോം ഓഫ് വെർബ് ഉണ്ടാകുമെന്നുള്ളത്. ഇവിടെ നമ്മൾക്ക് വില്ല്, ഹാവ്, ടേക്ക്, ഇത് മൂന്നും വേർബുകളാണ്. ഓക്സിലറി വേർബിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന വേർബുകളാണ് ഇവയെല്ലാം. അപ്പോൾ വില്ല് ഒരു മോഡൽ ഓക്സിലറിയാണ്, ഹാവ് എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്, അതുപോലെ ടേക്ക് എന്നുള്ളത് ഒരു ബേസ് ഫോം വേർബാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ അല്ലെങ്കിൽ ഓക്സിലറി വേർബുകളെയാണ് മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യം ഒരു വില്ലിങ്നെസ്, അല്ലെങ്കിൽ വാട്ട് പീപ്പിൾ വാണ്ട് ടു ഡു, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് ഒരു വില്ലിങ്നെസ്, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ടോക്ക് അബൌട്ട് വാട്ട് പീപ്പിൾ വാണ്ട് ടു ഡു ഓർ ആർ വില്ലിങ് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വില്ലിങ്നെസ്,
അപ്പോൾ ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. വി വിൽ സീ യു ടുമോറോ. ഞങ്ങൾ നിങ്ങളെ നാളെ കാണും, അല്ലെങ്കിൽ നിന്നെ നാളെ കാണും. ഇവിടെ നമ്മൾ കാണും എന്നുള്ള നമ്മളുടെ ഭാഗത്തുള്ള ഒരു വില്ലിങ്നെസ് ആണ്, ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യം കൂടെയാണ് അത്. വി വിൽ സീ യു ടുമോറോ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. പെർഹാപ്സ് ഡാഡ് വിൽ ലെൻഡ് മീ ദ കാർ. ഒരുപക്ഷെ എൻ്റെ ഡാഡ് കാറ് എനിക്ക് ലെൻഡ് ചെയ്യും, എനിക്ക് കടം തരും, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് വാടകയ്ക്ക് തരും. അത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. പെർഹാപ്സ് ഡാഡ് വിൽ ലെൻഡ് മീ ദ കാർ. എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഡാഡ് എന്ത് ചെയ്യും, ലെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡാഡിൻ്റെ ഒരു വില്ലിങ്നെസ്സാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഡാഡ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പ്രതിപാദിക്കുകയാണ്. പെർഹാപ്സ് ഡാഡ് വിൽ ലെൻഡ് മീ ദ കാർ. ഇനി അടുത്തത് ടു ടോക്ക് അബൌട്ട് ടിപ്പിക്കൽ ബിഹേവിയർ ദറ്റ് വി ഓഫൺ ഡു ബിക്കോസ് വി ആർ വില്ലിംഗ് ടു ഡു ദം. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ടോക്ക് അബൌട്ട് ടിപ്പിക്കൽ ബിഹേവിയർ. എന്താ ടിപ്പിക്കൽ? സവിശേഷമായിട്ടുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ. ഇത് നമ്മൾ സാധാരണയായി ചെയ്യുന്നതാണ്. ദാറ്റ് വി ഓഫൺ ഡു. നമ്മൾ സാധാരണ ചെയ്യുന്ന സവിശേഷമായ പ്രവൃത്തികൾ അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വിൽ എന്ന ആ മോഡൽ ഓക്സിലറി ഉപയോഗിക്കാം. കാരണം എന്താണ്? വി ആർ വില്ലിംഗ് ടു ഡു ദം. നമ്മൾ അത് ചെയ്യുവാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ചില ടിപ്പിക്കൽ ബിഹേവിയറെ മിക്കവാറും നമ്മൾ ചെയ്യാറുള്ള, പല സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യുന്ന ടിപ്പിക്കലായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ബിഹേവിയർ, നമ്മുടെ പ്രവൃത്തികൾ, അതിനെ കുറിച്ച് പറയുവാനായിട്ട് വിൽ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. We always spend our holidays at our favorite hotel at the seaside. We will get up early every morning and have a quick breakfast. Then we will go across the road to the beach. ഇതൊരു ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ടിപ്പിക്കൽ ബിഹേവിയർ, അത് സവിശേഷമായ ചില പ്രവൃത്തികളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് ഇത്രയും ലെങ്തി ആയിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ സെൻറ്റൻസ് നോക്കാം. വി ഓൾവേസ് സ്പെൻഡ് അവർ ഹോളിഡേയ്സ്. അപ്പോൾ എപ്പോഴും നമ്മളെവിടെ എന്ത് ചെയ്യും? ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യും. എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? അറ്റ് അവർ ഫേവറേറ്റ് ഹോട്ടൽ അറ്റ് ദ സീ സൈഡ്. എന്താണ്? സീ സൈഡിലുള്ള, കടൽ തീരത്തുള്ള നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ഹോട്ടലിൽ ആണ് നമ്മൾ ഹോളിഡേയ്സ് സാധാരണ സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. വി വിൽ ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ്. എല്ലാ ദിവസവും വെളുപ്പിനെ തന്നെ എഴുന്നേക്കും. എന്താ? വി വിൽ ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ്. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ എഴുന്നേൽക്കും. ആൻഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ ഇനി അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. വി വിൽ ഗോ അക്രോസ് ദ റോഡ് ടു ദ ബീച്ച്. എന്നിട്ട് നമ്മൾ ചെയ്യും? ആ റോഡിലൂടെ ബീച്ചിലേക്ക് പോകും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വി വിൽ ഗോ അക്രോസ് ദ റോഡ് ടു ദ ബീച്ച്. എന്താണ്? നമ്മൾ റോഡിലൂടെ ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. വി ഓൾവേസ് സ്പെൻഡ് അവർ ഹോളിഡേയ്സ് അറ്റ് അവർ ഫേവറേറ്റ് ഹോട്ടൽ അറ്റ് ദ സീ സൈഡ്. സീ സൈഡിന് സമീപമുള്ള നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹോട്ടലിൽ നമ്മൾ സാധാരണ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യും. വി വിൽ ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ്. ഇവിടെ പറയുന്നത് നമ്മൾ ടിപ്പിക്കലായിട്ട് ചെയ്യുന്ന ബിഹേവിയർ ആണ്. വി വിൽ ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേൽക്കും. ആൻഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ദെൻ വി വിൽ ഗോ അക്രോസ് ദ റോഡ് ടു ദ ബീച്ച്. എന്നിട്ട് നമ്മൾ റോഡിലൂടെ ബീച്ചിലേക്ക് പോകും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ടു ടോക്ക് അബൌട്ട് ദ പ്രോമിസസ്, ഒബ്ലിഗേഷൻസ്, ഓഫേഴ്സ് ആൻഡ് റിക്വസ്റ്റ്സ്. ഇവിടെ പ്രോമിസസ് ഉണ്ട്, ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, റിക്വസ്റ്റുകളുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് സാധാരണ രീതിയിൽ ഐ വിൽ, വി വിൽ എന്ന രീതിയിലാണ് ഈ പ്രോമിസും ഓഫേഴ്സും പ്രതിപാദിക്കുവാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. ഐ വിൽ, വി വിൽ. നമുക്ക് ഇവിടെ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കാം. ഐ വിൽ ഗീവ് യു എ ലിഫ്റ്റ് ഹോം ആഫ്റ്റർ ദ പാർട്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് ശേഷം നിനക്ക് ഞാൻ ഒരു ലിഫ്റ്റ് തരും. എങ്ങോട്ടേക്കാണ്? വീട്ടിലേക്ക്. നിൻ്റെ വീട്ടിലേക്ക് നിനക്ക് ഞാൻ ഒരു ലിഫ്റ്റ് തരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഓഫറാണ്. ഐ വിൽ ഗീവ് യു എ ലിഫ്റ്റ് ഹോം ആഫ്റ്റർ ദ പാർട്ടി. പാർട്ടിക്ക് ശേഷം നിനക്ക് ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രോമിസാണ്.
ഇനി അടുത്തത് വി വിൽ കം ആൻഡ് സീ യു നെക്സ്റ്റ് വീക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? വി വിൽ കം ആൻഡ് സീ യു നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ അടുത്ത ആഴ്ച നിന്നെ വന്ന് കാണും. ഇതൊരു ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രോമിസ് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ വിൽ ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെയോ വിയുടെ കൂടെയാണ്. ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, വി എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. അറ്റ് ദ സെയിം ടൈം ഐയുടെ പ്ലൂറൽ ഫോം കൂടെയാണ്. ഇനി അടുത്തത് റിക്വസ്റ്റ് ആണ്. എന്താ ഒരു റിക്വസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വിൽ യു ക്യാരി ദീസ് ഫോർ മീ പ്ലീസ്? നീ എനിക്കിത് വേണ്ടിയിട്ടൊന്ന് ദയവ് ചെയ്ത് വഹിക്കാമോ? ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇവിടെ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. വിൽ യു ക്യാരി ദിസ് ഫോർ മീ പ്ലീസ്? ദയവ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കൊണ്ടുവരാമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നില്ല, ഇപ്പോൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ്. എന്താ ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്? എന്താണ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഊഹം, ഒരു അനുമാനം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സങ്കല്പം. അതാണ് ഹൈപ്പോത്തിസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഊഹിച്ചുകൊണ്ടുള്ളൊരു കാര്യം, ഒരു കണ്ടീഷണലായിട്ടുള്ളൊരു കാര്യം, അതിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ വില്ല് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ടു സേ വാട്ട് വി തിങ്ക് വിൽ ഹാപ്പൻ ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. നമ്മൾ പറയുന്ന ഒരു കാര്യം പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ സംഭവിക്കും. അതാണ് ഇവിടുത്തെ ഹൈപ്പോത്തിസിസ്, ഊഹിക്കുന്നത് അല്ലെങ്കിൽ അനുമാനിക്കുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് സംഭവിക്കും. എപ്പോൾ സംഭവിക്കും? ഒന്നെങ്കിൽ പ്രസൻറ്റിൽ സംഭവിക്കാം, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാം. ഇതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വിൽ ഗീവ് ഹർ എ കോൾ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഹർ നമ്പർ. ഇവിടെ പ്രസൻറ്റിൽ ഉള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്, ഒരു അനുമാനം, ഒരു ഊഹമാണ്. എന്താ? ഐ വിൽ ഗീവ് ഹർ എ കോൾ. ഞാൻ അവളെ വിളിക്കും. ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഹർ നമ്പർ. അവളുടെ നമ്പർ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ഊഹത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒരു അനുമാനമാണെന്ന് ഇവിടെ നടക്കുന്നത്. അതല്ല, ഇവിടെ ഒരു കണ്ടീഷനുമുണ്ട്. എന്താണ് കണ്ടീഷൻ? എനിക്ക് അവളുടെ നമ്പർ കിട്ടിയാൽ വിളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്, ഒരു ഊഹമോ അല്ലെങ്കിൽ കണ്ടീഷണലായിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കാം? വിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയുന്നു. ഐ വിൽ ഗീവ് ഹർ എ കോൾ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് ഹർ നമ്പർ. ഞാൻ അവളുടെ നമ്പർ കണ്ടെത്തിയാൽ, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവളെ വിളിക്കും. ഇനി അടുത്തത് ഒരു നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത്. യു വോണ്ട് ഗെറ്റ് ഇൻ അൺലെസ് യു ഹാവ് എ ടിക്കറ്റ്. എന്താ പറയുന്നത്? യു വോണ്ട് ഗെറ്റ് ഇൻ അൺലെസ് യു ഹാവ് എ ടിക്കറ്റ്. നിനക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. അതൊരു കണ്ടീഷനിലാണ്. ഇവിടെ ഊഹമല്ല, അത് കണ്ടീഷനാണ്. ടിക്കറ്റ് ഇല്ലെങ്കിൽ അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നു. സിനിമാ തിയേറ്ററിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഒരു സർക്കസ് കാണാനായിട്ട് പോകണം. അവിടെ കയറണമെന്നുണ്ടെങ്കിൽ, ആ കൂടാരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതാണ്, ആ അർത്ഥത്തിലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യു വോണ്ട് ഗെറ്റ് ഇൻ അൺലെസ് യു ഹാവ് എ ടിക്കറ്റ്. നിനക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ അകത്ത് പ്രവേശിക്കുവാൻ പറ്റുകയില്ല. ഇനി അടുത്തത് ഒരു അഡ്വൈസ് രീതിയിൽ, ഒരു കണ്ടീഷണലായിട്ടുള്ള കാര്യം ഒരു അഡ്വൈസ് രീതിയിൽ കൊടുക്കുന്നതാണ്. ഡാൻ വിൽ ഹെൽപ്പ് യു ഇഫ് യു ആസ്ക് ഹിം. എന്താണ്? ഡാൻ വിൽ ഹെൽപ്പ് യു ഇഫ് യു ആസ്ക് ഹിം. ഇനി ഡാൻ നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണ്? ഒരു കണ്ടീഷനിലാണ്. എങ്ങനെയാണ് സഹായിക്കുക? നീ അവരോട് സഹായം ആവശ്യപ്പെടണം. അപ്പോൾ നീ സഹായം ആവശ്യപ്പെട്ടാൽ ഡാൻ നിന്നെ എന്തു ചെയ്യും? സഹായിക്കും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അഡ്വൈസ് കൊടുക്കലുമാണ്. അപ്പോൾ ഡാൻ വിൽ ഹെൽപ്പ് യു ഇഫ് യു ആസ്ക് ഹിം എന്ന് പറഞ്ഞാൽ കണ്ടീഷനുമുണ്ട്, ഒരു അഡ്വൈസുമുണ്ട്. ഇതാണ് വില്ലിൻ്റെ ഉപയോഗം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വുഡ് എന്താണെന്നതിനെ കുറിച്ച് പഠിക്കാം. അത് മോഡൽ ഓക്സിലറി ആണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് വരേക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.